നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീല, ഇപ്പോൾ വേടനുമായി ബന്ധപ്പെട്ട വിഷയം ഏറെ ചർച്ചയായതാണ്. ഇപ്പോൾ അത് ഏറെ ചർച്ചയായതിനു ശേഷവും വേടൻ്റെ പരിപാടി കാണാൻ ആ യുവതലമുറ കാണിക്കുന്ന ആ ഒരു ബഹളവും ഇതെല്ലാം ആ ഒരു വീഡിയോയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അതായത് രാജ്യം ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പോലും വേടൻ്റെ പരിപാടി കാണാൻ വേണ്ടി യുവതലമുറ കാണിക്കുന്ന ആ ഒരു ആവേശം അതും ചർച്ചയായതാണ്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്നിരിക്കുന്നത് വേടനെതിരെ സംസാരിക്കുന്നവർ നിയമ നടപടി നേരിടേണ്ടി വരും എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്താണ് അവസ്ഥ? യഥാർത്ഥത്തിൽ ഇതിൽ രണ്ട് ചോദ്യമാണ് പ്രീത ചോദിച്ചത്. വേടനെ കാണുമ്പോൾ, വേടന്റെ യുദ്ധസമാനമായ അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ പോലും വേടനെ കാണാൻ ആൾക്കാർ വരുന്നു. യഥാർത്ഥത്തിൽ വേടനെ കാണാൻ അന്ന് ആൾക്കാർ യുദ്ധസമാനമായ അന്തരീക്ഷം നടക്കുമ്പോൾ വരുന്നു എന്ന് പറയുന്നതിന് ഒരു അരാഷ്ട്രീയവാദമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ രാജ്യത്തെക്കുറിച്ച് കൺസേൺഡായ ഒരു യുവതലമുറയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കൺസേൺ ഉള്ള യുവതലമുറയാണെങ്കിൽ ഒരിക്കലും ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേടനെ കാണാൻ വരുന്ന ആൾക്കാർ ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ വേടൻ പറയുന്ന, കേരളത്തിലെ ജനങ്ങളെല്ലാം പറയുന്നത് വേടന്റെ രാഷ്ട്രീയം കുറിക്കു കൊണ്ടുവന്നാണല്ലോ. അപ്പോൾ വേടൻ പറയുന്ന രാഷ്ട്രീയം കുറിക്കു കൊള്ളുന്നില്ല, അതായത് സമകാലീന സംഭവ വികാസങ്ങളോട് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വേടൻ പറയുന്ന രാഷ്ട്രീയം കുറിക്കൊള്ളുന്നു എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയാണ് ലക്ഷ്യം വെക്കുന്നത്, നരേന്ദ്രമോദിക്ക് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണെന്നൊക്കെ പറയുമ്പോൾ ഒരു സ്വാഭാവികമായ സംശയം ചോദിക്കട്ടെ. നരേന്ദ്രമോദി ആരും കാണാതെ ഇവിടെ വന്ന് 5 ഗ്രാം കഞ്ചാവ് വേടന്റെ കൊടുത്ത ശേഷം വേടനെ പിടിക്കാൻ പിണറായി വിജയനെ വിളിച്ചു പറഞ്ഞതല്ല. അത് മാത്രമല്ല, വേടൻ ആദ്യം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം വേടൻ ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് തന്നെ ചെയ്ത ഒരാളാണ്. അയാൾ എന്തെങ്കിലും CPM-നെ അനുകൂലിച്ചുകൊണ്ട് പറയുന്നതോ അല്ലെങ്കിൽ CPM-ന് ഗുണകരമായ രീതിയിൽ പറയുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ക്രിമിനൽ അല്ലാതാവുന്നില്ല, അയാൾ കലാകാരനുമാകുന്നില്ല. ഇത് പറയുമ്പോൾ ഒരുപക്ഷെ എനിക്കെതിരെയും കേസെടുക്കുമായിരിക്കും. NR മധുവിന് എതിരെ കേസെടുത്തതുപോലെ തന്നെ എനിക്കെതിരെയും കേസെടുക്കുമായിരിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഭാരതത്തിൽ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു. ചിലർ പറയുന്നു കേരളത്തിൽ മാത്രമാണ് ആ സ്വാതന്ത്ര്യമുള്ളതെന്ന് പറയുമ്പോൾ ഒരാൾക്കൊരാളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? വേടനെ പറഞ്ഞാൽ, വേടൻ വിഘടനവാദം വളർത്തുന്നു എന്ന് പറഞ്ഞാൽ, വേടന്റെ വരികൾ ശ്രദ്ധിച്ചാൽ ഈ കാര്യങ്ങൾ വ്യക്തമാകും. വേടനെ പോലെ വിദ്യാഭ്യാസമില്ലാത്ത ഒരാൾ, അയാൾ ഇത്ര കൃത്യമായ വരികൾ എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നുള്ളത് സാധാരണക്കാരൻ ചിന്തിക്കേണ്ട വിഷയമല്ലേ? ഇത്ര കൃത്യമായി ലോകരാഷ്ട്രങ്ങളിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യുന്നു എന്നുള്ളത് അതെങ്ങനെയാണ്, ആരാണ് വേടൻ ഈ വരികൾ എഴുതി കൊടുക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമല്ലേ? അത് മാത്രമല്ല, അവിടെ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഇവിടെ കേസരി പത്രാധിപർ പറഞ്ഞ ചില കാര്യങ്ങൾ കേരളത്തിൽ ഏതെങ്കിലും തരത്തിൽ ജാതീയമായി ബുദ്ധിമുട്ടുണ്ടോ? കേരളത്തിലെ സാധാരണക്കാരന് ജീവിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ദളിതർക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ചിന്തിക്കാനേ കഴിയില്ല. 1-2 സംഭവങ്ങൾ അതിന് എതിരായി വന്നാൽ കൂടെ 1-2 സംഭവങ്ങളായിരിക്കും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പക്ഷെ കേരളത്തിൽ അത്ര ഒരു അവസ്ഥയില്ല. പിന്നെ വേടൻ ഏത് ജാതി രാഷ്ട്രീയത്തെക്കുറിച്ചാണ് പറയുന്നത്? ആരെക്കുറിച്ചാണ് പറയുന്നത്? ഭാരതത്തിൽ കഴിഞ്ഞ നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം ഏതെങ്കിലും ഒരു ദളിതനായ വ്യക്തി വന്ന് പറഞ്ഞിട്ടുണ്ടോ നരേന്ദ്രമോദിയും BJP-യും അവരെ ഉപദ്രവിക്കുന്നുവെന്ന്? മറിച്ച് അവർക്ക് അഭിമാനകരമാകുന്ന പല കാര്യങ്ങളും കൃത്യമായി നമുക്കറിയാൻ പറ്റും. BJP-യുടെ ഓരോ നീക്കങ്ങളും അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ളതാണ്. രാഷ്ട്രപതിയായി ദ്രൗപദി മുർമു വരുന്നു. ദ്രൗപദി മുർമുവിനെ കുറിച്ച് മറ്റാർക്കും അറിയില്ല എന്ന കാലഘട്ടമാണ്. അപ്പോൾ മറ്റൊരാളെ രാഷ്ട്രപതിയാക്കാം, രാംനാഥ് കോവിന്ദ് അടക്കമുള്ളവർ. അപ്പോൾ നിരവധി പേർ അത്തരത്തിൽ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ യാതൊരു വിധത്തിലുള്ള ജാതി മത വ്യത്യാസങ്ങളും കാണുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ ജാതി നിലനിൽക്കേണ്ടതും ജാതി ഉണ്ട് എന്ന് പറഞ്ഞു വെക്കേണ്ടതും CPM-ന്റെ മാത്രം ആവശ്യമാണ്, അല്ലാതെ മറ്റൊരാളുടെ ആവശ്യമല്ല. ജാതിയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് ഇവിടെ CPM-ആണ്. ഇവിടെ ഹിന്ദു എന്ന് പറയുന്ന മതത്തെക്കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹിന്ദു സംസ്കാരമാണ് BJP മുന്നോട്ട് വെക്കുന്നത്, ഭാരതത്തിന്റെ സംസ്കാരം ഹിന്ദു സംസ്കാരമാണെന്ന് പറയുമ്പോൾ അതിനെ ഹിന്ദു മതമാക്കി ചിത്രീകരിച്ചുകൊണ്ട് ആരെയും ഉൾക്കൊള്ളുന്നവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്നു. BJP-യിൽ എത്ര ആൾക്കാർ, ആലോചിച്ച് നോക്കൂ. BJP-യുടെ പ്രവർത്തനത്തിൽ എത്രയോ ആൾക്കാർ, ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സംഘപരിവാർ അനുകൂലിയായ ഒരാളായിരുന്നു. കഴിഞ്ഞ കുറെ കാലങ്ങളായി തന്നെ ഞാൻ ശ്രദ്ധിക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ കൂടെ ഒക്കെ വരുന്നവർ ഏത് ജാതിയാണെന്ന് പോലും നമുക്ക് തിരിച്ചറിയുക പോലുമില്ല. ഹിന്ദു എന്നൊരു ടാഗ് ലൈനിൽ, അല്ലെ ഹിന്ദു സംസ്കാരത്തെ പിന്തുടരുന്ന ടാഗ് ലൈൻ മാത്രമേ അവിടെ നോക്കുന്നുള്ളൂ എന്നുള്ളതാണ് യഥാർത്ഥ കാര്യം. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. അവിടെ വേടനെ കുറിച്ച് പറഞ്ഞാൽ, അതായത് ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ച് പറഞ്ഞ സജി ചെറിയാനെ വെറുതെ വിടുമ്പോൾ വേടനെ കുറിച്ച് പറഞ്ഞാൽ കേസെടുക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ വേടൻ ആദ്യം മനസ്സിലാക്കേണ്ടത്, വേടനെ രാഷ്ട്രീയ ആയുധമായി, രാഷ്ട്രീയ പരിചയമായി ഉപയോഗിക്കുന്ന CPM-ആണ്. അപ്പൊ CPM-ന് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ, വരുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന് ഒരു ഗുണമുണ്ടാക്കാൻ ഏതായാലും പല മതവിഭാഗങ്ങളും ഇതിൽ നകന്നു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മൊത്തത്തിൽ അകന്ന ഒരു അവസ്ഥയാണുള്ളത്.
അപ്പോൾ തീർച്ചയായിട്ടും അപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഭാഗങ്ങളെ കൂട്ടം നിർത്താനുള്ള പല തന്ത്രങ്ങളും ഇവർ പയറ്റുന്നുണ്ട്. ആ തന്ത്രങ്ങളുടെ ഭാഗമാണെന്നേ പറയേണ്ടതുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അട്ടപ്പാടിയിലെ മധുവിന് നീതി നേടിക്കൊടുത്തോ? വാളയാറിലെ പെൺകുട്ടിക്ക് നീതി നേടിക്കൊടുത്തോ? അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അവിടെയെല്ലാം പ്രതികളെ സംരക്ഷിക്കാൻ ഇടപെടലുകൾ നടത്തുമ്പോൾ വേടനെതിരെ വർത്തമാനം പറഞ്ഞു എന്നുള്ളത് കൊണ്ട്, വേടനെതിരെ ഒരു പ്രസ്താവന പറഞ്ഞു എന്നുള്ളത് കൊണ്ട് കേസരി എന്ന് പറയുന്ന മുഖപത്രത്തിന്, കേസരി RSSന്റെ മുഖപത്രമാണ് കേസരിയുടെ മുഖപത്രത്തിന്റെ പത്രാധിപർക്കെതിരെ കേസെടുക്കുക, ഇത് എവിടുത്തെ നിയമമാണ്? യഥാർത്ഥത്തിൽ കോടതിയിൽ പോയാൽ ഒരു സെക്കൻഡ് നിലനിൽക്കാത്തൊരു കേസാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി, CPM ജനപ്രതിനിധിയുടെ ആളുടെ പ്രവർത്തികളെ വിമർശിച്ച ഒരു മാധ്യമ പ്രവർത്തകനെതിരെ ഇതേ ആരോപണം ഉന്നയിച്ച് വലിയ രീതിയിൽ SC/ST അട്രോസിറ്റി ആക്ട് ഇട്ടാണ് കേസെടുത്തത്. അതെ, തീർച്ചയായിട്ടും ശ്രീനിജിനെ വിമർശിച്ച ഷാജൻ സ്കറിയക്കെതിരെ SC/ST അട്രോസിറ്റി ആക്ട് ഒരു തരത്തിൽ നിലനിൽക്കുന്ന കേസല്ല, സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന കേസാണ്. ഇവിടെ വേടനെതിരെ എടുത്തിട്ടുള്ള ഈ കേസും ഒരു തരത്തിലും നിലനിൽക്കുന്ന കേസല്ല. അദ്ദേഹം ജാതീയമായി വേടനെ ഒന്നും ആക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? വേടന്റെ വാക്കുകൾ വിഘടനവാദം വളർത്തുന്നു എന്ന സംശയമുണ്ട്. സത്യമല്ലേ? കേരളത്തിൽ എവിടെയാണ് ജാതീയത? കേരളത്തിൽ ഇപ്പോൾ ജീവിക്കാൻ കഴിയാത്തത് സവർണർക്കാണ്, മിണ്ടാൻ കഴിയാത്തത് സവർണർക്കാണ്. പേരിന്റെ ഒപ്പം, അവരവരുടെ പേരിന്റെ ഒപ്പം ജാതിവാല് ചേർത്താൽ അവരെ ആക്രമിക്കുന്നവരാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു ശ്രീജിത്ത് പണിക്കരോട് വന്നിരുന്ന് രാജു P നായർ പറയുന്നു, നിങ്ങൾ പേരിന്റെ വാല് ചേർത്തിട്ടില്ലേ എന്ന്. അല്ല, ഞാൻ ചോദിക്കുന്നത്, അതായത് ഒരു ജാതിയുടെ വാലോ പേരിൽ ചേർത്താൽ പോലും ജീവിക്കാൻ കഴിയാത്തത് ഇവിടെ സവർണർക്കാണ്. ഇവിടെ മറ്റുള്ളവർക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവിടെ സത്യത്തിൽ ഈ ജാതീയത നിലനിൽക്കേണ്ട ആവശ്യം CPM-നാണ്. കാലാകാലങ്ങളായി അവരെ പറഞ്ഞിളക്കി അവർക്ക് ഓരോ ആനുകൂല്യങ്ങളും കൊടുക്കുക. എന്തുകൊണ്ടാണ് എന്നിട്ട് CPM ഇവരുടെ ഉന്നത സ്ഥാനങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരാത്തത്? ഞാൻ ചോദിക്കട്ടെ, പോളിറ്റ് ബ്യൂറോയിൽ ഇന്ന് വരെ അങ്ങനെ ഒരാളെ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താണ് ഇവർ ഈ പറയുന്ന ഈ പാവങ്ങളായി നിലനിർത്തുകയും? ഇപ്പൊ വേടൻ 5 ഗ്രാം കഞ്ചാവ് വെച്ചു, അതിപ്പോ ഒരു സ്വാഭാവിക ഒരു പ്രതിഭാസമായി കേരളത്തിലെ ജനങ്ങൾ അംഗീകരിച്ചു. CPM പറഞ്ഞ് 5 ഗ്രാം കഞ്ചാവ് കയ്യിൽ വെച്ചാൽ കുഴപ്പമില്ല, കഞ്ചാവ് അടിച്ചാൽ കുഴപ്പമില്ല, അതായത് CPM-ന് അനുകൂലമായി പറഞ്ഞാൽ മതി എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നില്ലേ? വേടനെ ആദ്യമല്ലല്ലോ കേസിൽ പിടികൂടുന്നത്. വേടനെ ഇതിനു മുമ്പും, വേടനെ ആദ്യം 2022 കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് വേടൻ. അതിനു മുമ്പ് വുമൺ അഗൈൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് എന്ന പേജിലൂടെ 3 സ്ത്രീകൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് വേടൻ പീഡിപ്പിച്ചു എന്ന്. അതിൽ ഒരാൾ ദളിത് പെൺകുട്ടി തന്നെയാണ്. പക്ഷെ ആ ദളിത് പെൺകുട്ടിക്ക് നീതി വേണമെന്ന് ഇവർ ആരും ആവശ്യപ്പെടുന്നില്ല. അതാണ് പറയുന്നത്, അത് രാഷ്ട്രീയമാണ്. വേടനെ സംരക്ഷിക്കുന്നതിന്റെ പിന്നിൽ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്ന് വ്യക്തമാവുകയാണ്. പിന്നെ വേടന്റെ സംഗീതം ഭയങ്കര സംഗീതമാണെന്ന് പറയുമ്പോൾ ഈ 17 വയസ്സ് മുതൽ 17 വയസ്സ് ഈ അഡോളസെന്റ് ഏജിൽ എത്തുന്ന കുട്ടികൾക്ക് ഈ ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്ന പാട്ടുകളായിരിക്കും ഇഷ്ടം. ഒരു കാലത്ത് ഞാനും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്റെ മാനസികാവസ്ഥ പറയാൻ കഴിയും. അതായത് ജാസിന്റെ ശബ്ദമൊക്കെ എന്നെ പ്രകമ്പനം കൊള്ളിച്ച ഒരു കാലഘട്ടമുണ്ട്, ഒരു 17 വയസ്സ് 18 വയസ്സിലൊക്കെ. പക്ഷെ ഒരു 20 വയസ്സ് 22 വയസ്സായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതല്ല സംഗീതമെന്ന്. അപ്പൊ ആ ഒരു തലമുറയിൽപ്പെട്ട ചില ആൾക്കാരും പക്വതയും പാകതയും വരാത്തവരും പിന്നെ ഈ കഞ്ചാവ് അടിക്കുന്നവർക്ക് ഇതിന്റെ എഫക്ട് കൂടും. കേരളത്തിൽ ഒരു കഞ്ചാവിന്റെ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. രാസലഹരിയും കഞ്ചാവും ഒക്കെ കീഴടക്കിയ ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളും ഈ കൂട്ടത്തിൽ എത്തപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ 90% പേരും വേടന്റെ ആൾക്കാരായി വന്നിട്ടുള്ളത് അത്തരത്തിലുള്ള ആൾക്കാരാണ്. വേടനെ കേൾക്കാൻ വന്നിട്ടുള്ളതും അത്തരത്തിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് യാതൊരു തത്വദീക്ഷയുമില്ലാതെ ഒരാൾ മരിച്ചു. ഒരു ആലോചിച്ച് നോക്കൂ, വെഞ്ഞാറമൂണിൽ നടന്ന പരിപാടിക്കിടയിൽ അയാളുടെ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിക്കുന്നു. ആ മരിക്കുമ്പോഴും വേടനെ കാണണമെന്ന് ബഹളം വെക്കുന്നത് ഏത് ലോകത്തായി ഇവരൊക്കെ ജീവിക്കുന്നത്? യഥാർത്ഥത്തിൽ തലയ്ക്ക് വെളിവുള്ള, രാഷ്ട്രീയം മനസ്സിലായ, പൊതുബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണോ ഇതൊക്കെ? അപ്പോൾ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേടൻ ഒരു സാധാരണ ആൾക്കാരെ പോലെ ഇപ്പോൾ സാധാരണ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രതിഭാസം പോലെ വളരെ പെട്ടെന്ന് ഈ CPM-ന് അനുകൂലമായി പറയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കുറച്ചു കാലത്തിനും, അതും പല വരികളും CPM-നെതിരാണ്. ഇവർ വരിയൊന്നും കേട്ടിട്ടില്ല. വേടന്റെ കറുപ്പും വേടന്റെ ജാതിയും കണ്ട് ഇവരെ പ്രൊമോട്ട് ചെയ്യണം. പല വരികളും അതിന് CPM-ന് എതിരായിട്ടുള്ള വരികൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാനിപ്പോഴാണ് വേടന്റെ പാട്ടുകൾ കേൾക്കുന്നത്. ഇതുവരെ ഞാൻ വേടന്റെ റാപ്പ് കേൾക്കുന്ന ഒരാളല്ല. വേടനെ കുറിച്ച് ആദ്യം തന്നെ കേട്ടത് ഏതാണ്ട് നമ്മൾ ഒരു വിമൺ അഗൈൻസ്റ്റ് സെക്ഷൽ ഹരാസ്മെന്റ് പേജിൽ വന്നതിന് ശേഷമാണ് ഈ വേടൻ ആരാണെന്ന് സെർച്ച് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ വേടന് ഭയങ്കര ഗുണമുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേടനെ അറിയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായ ആർക്കാ? MG ശ്രീകുമാറിനാണ്. അപ്പൊ ഇവിടെ വേടനെ അറിയില്ല എന്ന് പോലും പറയാൻ കഴിയാത്തൊരു സംസ്ഥാനമായി കേരളം മാറി. എനിക്കറിയില്ലായിരുന്നു വേടനെ. ഞാൻ വേടന്റെ പാട്ടുകൾ കേട്ടു. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ വേടന്റെ പാട്ട് കേൾക്കുന്നത്. അപ്പോ തീർച്ചയായിട്ടും അതെന്താണെന്ന് അറിയാൻ വേണ്ടി കേട്ടത്, അതിനോടുള്ള ഇഷ്ടം കൊണ്ട് കേട്ടതുമല്ല, അതെന്താണ് പറയുന്നതെന്ന് അറിയാൻ വേണ്ടി കേട്ടതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വേടൻ എന്ന് പറയുന്ന ആൾ ഭരണഘടനയ്ക്ക് മുകളിലുള്ള ആളാണെന്ന് CPM പറഞ്ഞു വെക്കുകയാണ്. ഭരണഘടനയെ വിമർശിച്ച, ഭരണഘടനയെ ഒരു തരത്തിലും മാന്യതയില്ലാതെ ഭരണഘടനയോട് സംസാരിച്ച, ഭരണഘടനയെ അംഗീകരിക്കില്ല എന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ള സജി ചെറിയാനില്ലാത്ത പരിഗണന വേടന് കിട്ടുമ്പോൾ അത് CPM-ന്റെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ആ കാര്യത്തിലൂടെ വെളിവാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.